സ്പെഷ്യൽ രീതിയിലുള്ള ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി 1.5 കിലോ ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത്, ഒരുപാട് വലിപ്പത്തിൽ വേണ്ട ഈ ചിക്കൻ കറിക്ക്. ഒരിക്കൽ എൻ്റെ ഫ്രണ്ട് എനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നപ്പം വീട്ടിൽ വന്നപ്പോൾ അവൾ ഇത് ചെയ്തത് കണ്ട ആ ഒരു വിധത്തിലാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്, പക്ഷേ വളരെ എളുപ്പമാണ്. അപ്പം ചിക്കൻ എല്ലാം റെഡിയാക്കി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പച്ചയ്ക്ക് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കുവാണ്. അപ്പം ഇഞ്ചി ഒരു 1/4 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്. അവർ പച്ചമുളക് നല്ലവണ്ണം മീറ്റിനൊക്കെ ചേർത്തു. ഞാനൊരു 5-6 പച്ചമുളക് അത് ഒന്ന് നടുവേ പുലർത്തിയിട്ടേ ഉള്ളൂ, അത് ചേർത്തിട്ടുണ്ട്. മല്ലിയില നല്ലവണ്ണം വേണം, പക്ഷേ ഇത് ഞാനിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കുവാണ്. ഇനി മല്ലിയില വാങ്ങിച്ചുകൊണ്ട് വന്ന് ചേർക്കണം. ഇപ്പോൾ ഇവിടെ ഇരുന്നത് ഉണങ്ങിപ്പോയി. അതുപോലെ കുറച്ച് കറി ലീഫും ചേർക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ 2 തക്കാളി, ഒരു 3 ചെറിയ സവോളയാണ്. അത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തേക്കുക. ഈ ചിക്കൻ കറി വളരെ ടേസ്റ്റി, പക്ഷെ വളരെ പെട്ടെന്നുമാണ് ഉണ്ടാക്കാവുന്നത്. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി അവരൊക്കെ മദ്രാസിലൊക്കെ നല്ലവണ്ണം അവർക്ക് എരിവ് ഇഷ്ടമായതുകൊണ്ട് എരിവുള്ള മുളക് പൊടിയും ചേർക്കും. ഞാൻ കാശ്മീരി ചില്ലി മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് ഒരു 4 ടീസ്പൂണ് ഞാൻ ചേർക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ വരുമ്പോൾ 1 ടേബിൾ സ്പൂണേ ആകുന്നുള്ളേ. പച്ചമുളകും കൂടെ ആവശ്യത്തിന് ചേർത്തുകൊണ്ടാണ് ഞാൻ 4 ടീസ്പൂണിൽ നിർത്തിയത്. അതുപോലെ തന്നെ 3 ടീസ്പൂണ് മല്ലിപ്പൊടി, എല്ലാം പച്ചയ്ക്ക് തന്നെയാണ് ചേർക്കുന്നത്. 3 ടീസ്പൂൺ. അതുപോലെ 1 ടേബിൾ സ്പൂണ് ഗരം മസാല, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1.25 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനിയും നമ്മുടെ മെയിൻ താരം തൈരാണ് ചേർക്കുന്നത്. തൈര് ചേർക്കാൻ പോവാണ്. ഇതിനകത്തേക്ക് 3 സ്പൂണ് തൈര് ചേർക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് ഓയിലൂടെ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണ് നല്ലത്. ഞാൻ പക്ഷേ ഇപ്പോൾ ഒലിവ് ഓയിലാണ് ചേർക്കാൻ പോകുന്നത്. 1 ടേബിൾ സ്പൂണോളം വരുന്ന ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും അടുത്ത ഒരു ടാസ്ക്. നമ്മൾ ഇതെല്ലാം കൂടെ നല്ലവണ്ണം കൈ കഴുകിയിട്ട് നല്ലവണ്ണം ഈ മീറ്റിലോട്ട് അങ്ങോട്ട് യോജിപ്പിക്കണം. ഇളക്കി നല്ല ഞെരടി എല്ലാം കൂടെ ഇളക്കി നല്ലവണ്ണം തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞത് ഒരു 1/2 മണിക്കൂറെങ്കിലും ഇത് നമ്മൾ അടച്ചെടുത്ത് റെഫ്രിജറേറ്ററിൽ വെക്കണം. ഫ്രിഡ്ജിൽ തന്നെ വെക്കണം, വെളിയിൽ വെക്കണ്ട. എന്നിട്ട് ഇനിയും നമുക്ക് 1/2 മണിക്കൂർ കഴിയുമ്പോൾ കാണാം. അപ്പം നമ്മുടെ ചിക്കന് ഫ്രിഡ്ജിൽ മോർ ദാൻ ½ ആൻ അവർ ഇരുന്ന് അപ്പം നല്ലവണ്ണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി എന്താണെന്നുള്ളത് കാണാം. ഓക്കെ, ചിക്കൻ്റെ പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. ഒട്ടും നമ്മൾ വെള്ളം ചേർക്കാതെ വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതേന്ന് ഇനിയും വെള്ളം ഇറങ്ങും. ഇതിന് നല്ല മോയിസ്റ്റാണ് ഈ ചിക്കൻ, അപ്പോൾ വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങിക്കോളും. ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം ഇത് നല്ല ചിക്കനൊക്കെ നല്ല മസാല പിടിച്ച് നല്ല പരിവത്തിനായിരിപ്പുണ്ട്. അപ്പം ഇതിലേക്ക് ഞാനിപ്പോൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി ഇത് കുക്കാവുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആകുന്നത്. പിന്നെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചിപ്പോൾ ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ചിക്കനെ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, അതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പം ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ഇനി അടച്ചു കൊടുക്കാം. നമുക്ക് ചിക്കൻ കറിയുടെ അടപ്പൊന്ന് തുറന്ന് നോക്കാമേ. ഇപ്പം നോക്കാം, ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തതല്ല. അപ്പം ആവശ്യത്തിനുള്ള വെള്ളം അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് വേ ആയിട്ടുണ്ട്, ചിക്കൻ കുക്കായിട്ടുണ്ട് ഒരു പകുതിയെ. പക്ഷേ ഇപ്പം തന്നെ ഒട്ടും വെള്ളം ചേർക്കാതെ ഇത്രയും ജ്യൂസ് അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് ബാക്കി വേകാൻ വേണ്ടി ഇത് അടച്ച് കൊടുക്കാമേ. നമ്മുടെ ചിക്കൻ കറി ഒട്ടും വെള്ളം ചേർക്കാതെ ആ ചിക്കനിൽ നിന്ന് തന്നെയുള്ള ജ്യൂസ് ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും. അത് എന്ത് എളുപ്പമാണ് ചെയ്തത്. ഉള്ളിയും സവോളയും ഒന്നും വഴറ്റാനൊന്നും പോയില്ല. എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങോട്ട് തിരുമ്മി വെച്ച് അതിനകത്ത് ആ തൈരൂടെ ചേർത്തപ്പോൾ ആ തൈരിൻ്റെ ഒരു ചെറിയ പുളിയും തക്കാളിയുടെ ഒക്കെ ആ ചെറിയ മധുരവും എല്ലാം കൂടെ ഗ്രേവി നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.